ടു സൈലം SSC എല്ലാവർക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കഴിഞ്ഞ വീക്കിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ തൊട്ട് കഴിഞ്ഞ വീക്കിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ്. അതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. റെഡി? അങ്ങനെയാണെങ്കിൽ ഏറ്റവും എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ബാച്ചിന്റെ കാര്യമാണ് നമ്മുടെ RRB ജൂനിയർ എഞ്ചിനീയർ ബാച്ച് അല്ലേ. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളുടെ ഇടയിലാണ്. അപ്പൊ ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം 6 മാസം കൊണ്ട് CBT 1 നടക്കും അല്ലെ. നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ടെക്നിക്കൽ സൈഡ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് നോൺ ടെക്നിക്കൽ സൈഡ് ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ നോൺ ടെക്നിക്കൽ സൈഡ് ആണ് നമ്മുടെ CBT 1 എന്ന് പറയുന്നത്. അപ്പൊ അത് കടന്നാൽ മാത്രമാണ് നമ്മുടെ CBT 2 നമ്മുടെ ടെക്നിക്കൽ നോളജ് മൊത്തം നമുക്ക് കാണിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ CBT 1 എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതും CBT 1 നോൺ ടെക്നിക്കൽ പാർട്ടും CBT 2 നോൺ ടെക്നിക്കൽ പാർട്ടുമാണ് നമ്മുടെ എഞ്ചിനീയേഴ്സ് എക്സ്പ്രസ് ബാച്ചിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത് 3999 rupees ആണ്. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 6 തൊട്ടാണ്. അപ്പൊ നോൺ ടെക്നിക്കൽ പാർട്ടിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും വേഗം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം, ജോലി വാങ്ങണം. റെഡി? നെക്സ്റ്റ് നമ്മുടെ ഏറ്റവും സ്വീകാര്യത നേടിയ ഒരു ബാച്ചാണ് നമ്മുടെ SSC CGL ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ CGL ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും നിറയെ ക്വറീസ് വരുന്നതാണ് CGL ബാച്ചിൽ ഇനിയും അഡ്മിഷൻ ഉണ്ടോ എന്ന്. ഓക്കെ, അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇനിയും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ്സസ് ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മുടെ ബാച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ആണ് ഓൾറെഡി ലൈവ് നിങ്ങൾക്ക് മിസ്സായാലും റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ് എന്നുള്ളത്. അപ്പൊ എല്ലാവരും വേഗത്തിനെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ബാച്ച് ഫീസ് എന്ന് പറയുന്നത് 5999 rupees ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അടിപൊളിയായി പഠിച്ചൊരു ഓഫീസർ പോസ്റ്റ് നേടണം. അപ്പൊ എല്ലാവരെയും ബാച്ചിൽ കാണാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഫസ്റ്റ് ന്യൂസിലോട്ട് പോവാം. കഴിഞ്ഞ വീക്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സൈക്ലോണിന്റെ പേരാണ് റമാൽ എന്ന് പറയുന്നത്. ഈ റമാലിന് ഈ പേര് നൽകിയത് ആരാണ്? ഒമാനാണ് റമാലിന് ഈ പേര് നൽകിയത്, റമാൽ എന്ന് പറയുന്ന പേര് നൽകിയത്. കഴിഞ്ഞ മെയ് 26 വെസ്റ്റ് ബംഗാളിന്റെയും ബംഗ്ലാദേശിന്റെയും കോസ്റ്റൽ തീരം വഴി നമ്മുടെ റമാൽ കടന്നു പോകുന്നതാണ് ന്യൂസ് വഴിയൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇനി നോർത്ത് ഇന്ത്യൻ റീജിയൻ, നോർത്ത് ഇന്ത്യൻ ഓഷ്യൻ ബേസിസിൽ വന്നിട്ടുള്ള ഈ വർഷത്തെ ഫസ്റ്റ് സൈക്ലോണും കൂടിയാണ് നമ്മുടെ റമാൽ എന്ന് പറയുന്നത്. റെഡി? അപ്പൊ ഈ 2 പോയിന്റ്സ്, നോർത്ത് ഇന്ത്യൻ ഓഷ്യൻ ബേസിസിൽ ഈ വർഷം ഫസ്റ്റ് വന്ന നമ്മുടെ സൈക്ലോൺ ആണ് റമാൽ. ഈ പേര് റമാലിന്, ഈ സൈക്ലോണിന് റമാൽ എന്ന് പേര് നൽകിയത് ഒമാൻ ആണെന്നും കൂടി കാര്യം ഓർത്തു വെക്കാം. നെക്സ്റ്റ്, ജർമ്മൻ ഓത്തർ ആയിട്ടുള്ള ജെന്നി ഏർപ്പൻബെക്കിന്റെ ബുക്കാണ് കൈറോസ് എന്ന് പറയുന്നത്. ഈ കൈറോസ് എന്ന് പറയുന്ന ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് മൈക്കൽ ഹോഫ്മാൻ ആണ്. അപ്പൊ ജെന്നി ഏർപ്പൻബെക്കിനും ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള മൈക്കൽ ഹോഫ്മാനും എന്ത് കിട്ടി? ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് കിട്ടി. ഏത് ബുക്കിനാ? കൈറോസ് എന്ന് പറയുന്ന ബുക്കിനാ. അപ്പോ ഈ അതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 50,000 pounds ആണ്. അപ്പൊ ട്രാൻസ്ലേറ്ററും ഓത്തറും ഈ 50,000 pounds എന്ന് പറയുന്ന അവാർഡ് തുക എന്ത് ചെയ്യും? അവർ ഡിവൈഡ് ചെയ്ത് എടുക്കും. ഇനി ഫ്രം അറൌണ്ട് ദ വേൾഡ് എന്തുകൊണ്ടാണ് ഈ ബുക്കിനെ തിരഞ്ഞെടുക്കാൻ കാരണം? ഇറ്റ് ഹാസ് ബീൻ ട്രാൻസ്ലേറ്റഡ് ടു ഇംഗ്ലീഷ് ആൻഡ് പബ്ലിഷ്ഡ് ഇൻ UK or Ireland. International Booker Prize recognize fiction from around the world that has been ഇംഗ്ലീഷിലും പിന്നെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു UK-ലും അയർലൻഡിലും ആയിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. റെഡി? ഇനി നമ്മുടെ എർപ്പൻബെക്ക് എന്ന് പറയുന്ന ഓതർ എന്താണ്? ഫസ്റ്റ് ജർമ്മൻ വിന്നർ ഓഫ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ്. ഫസ്റ്റ് ജർമ്മൻ വിന്നർ ഓഫ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ്. നമ്മുടെ മൈക്കൽ ഹോഫ്മാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫീമെയിൽ ട്രാൻസ്ലേറ്റർ ടു വിൻ ദിസ് പ്രൈസ്. എന്താണ് ഈ പ്രൈസ്? ഈ കറന്റ് പ്രൈസ് അനൗൺസ് ചെയ്യുന്നത് 2016 തൊട്ടാണ്. ആ 2016 തൊട്ട് ഇങ്ങോട്ട് വിൻ ചെയ്തുള്ള ആൾക്കാരൊക്കെ ഫീമെയിൽസ് ആയിരുന്നു. അതിനുശേഷം ഫസ്റ്റ് വിൻ ചെയ്ത മെയിൽ കാൻഡിഡേറ്റ് ആണ് നമ്മുടെ മൈക്കൽ ഹോഫ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ മൈക്കൽ ഹോഫ്മാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് മെയിൽ ട്രാൻസ്ലേറ്റർ ആണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് വിൻ ചെയ്യുന്നത്. റെഡിയാണല്ലോ? നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ജെന്നി
Jenny Erpenbeck won the International Booker Prize 2020 for the fiction Kairos. Correct ആണ്. Next, Michael Hoffman is the first male translator to win since this prize launched in its current from 2016. രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് അല്ലേ? Which of the given statement is or are correct? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ബോത്ത് 1 and 2 കറക്റ്റ് ആണ്. നമ്മുടെ ഓപ്ഷൻ സി ആണ് അപ്പോൾ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, പ്രോജക്ട് ഉദ്ഭവ്. പ്രോജക്ട് ഉദ്ഭവ് എന്ന് പറയുന്നത് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഇന്ത്യൻ മിലിറ്ററി ഹെറിറ്റേജ് ഫെസ്റ്റിവൽ ഒക്ടോബർ 21, 2023 നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ലോഞ്ച് ചെയ്ത പ്രോജക്റ്റ് ആണ്. ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഇന്ത്യൻ മിലിറ്ററി ഹെറിറ്റേജ് ഫെസ്റ്റിവലിൽ ലോഞ്ച് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ് പ്രോജക്ട് ഉദ്ഭവ് എന്ന് പറയുന്നത്. ഉദ്ഭവ് എന്ന് പറഞ്ഞാൽ എന്താ? ആരംഭം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു സെമിനാർ കം എക്സിബിഷൻ ആണ്. സെമിനാറും ഉണ്ട്, എക്സിബിഷനും ഉണ്ട്. എന്തൊക്കെയാണ് സെമിനാറും, എന്തിന്റെ ബേസിസിലാണ് സെമിനാറും എക്സിബിഷനും നടക്കാനായിട്ട് പോകുന്നത്? നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ പാറ്റേൺസും ഇന്ത്യൻ സ്ട്രാറ്റജിക് കൾച്ചറും, നമ്മുടെ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യന്റെ ഹിസ്റ്ററി, ഇതൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് സെമിനാർ കം എക്സിബിഷൻ ആയിട്ടുള്ള പ്രോജക്ട് ഉദ്ഭവിൽ നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എവിടെയാണ് നടക്കുന്നത്? നാഷണൽ മ്യൂസിയം ഇൻ ന്യൂഡൽഹി. നാഷണൽ മ്യൂസിയം ന്യൂഡൽഹിയിലാണ് നടക്കാനായിട്ട് പോകുന്നത്. ഇത് രണ്ടാൾക്കാർ തമ്മിലുള്ള കൊളാബറേഷൻ ആണ് ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ആർമി ആൻഡ് യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ USA. യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ആർമിയും തമ്മിലുള്ള ഒരു കൊളാബറേഷനിലാണ് നമ്മുടെ പ്രോജക്ട് ഉദ്ഭവ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ USA എന്ന് പറയുന്നത് ഒരു തിങ്ക് ടാങ്ക് സർവീസ് ആണ്. ഡിഫൻസിന്റെ ഒരു തിങ്ക് ടാങ്ക് സർവീസ് ആണ് യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഉദ്ഭവ് എന്ന് പേരിടാൻ കാരണം നമുക്ക് എന്താ? ജെനിസിസ് അല്ലെങ്കിൽ ഒറിജിൻ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആൻഷ്യൻ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള, നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്സ് ആയിട്ടുള്ള വേദാസ്, പുരാണ, ഉപനിഷത്ത്, അർത്ഥശാസ്ത്ര, ഇതിന്റെ ഒക്കെ ബേസിസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു പ്രോജക്റ്റ് ഉദ്ഭവ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ്, നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ്സ് എ കൊളാബറേഷൻ ബിറ്റ്വീൻ ഇന്ത്യൻ ആർമി ആൻഡ് ദ യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? ദിസ് ഇനീഷ്യേറ്റീവ് എയിംസ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഏജ് ഓൾഡ് വിസ്ഡം ആൻഡ് കണ്ടംപററി മിലിറ്ററി എഡ്യൂക്കേഷൻ. നമ്മുടെ പുതിയ മിലിറ്ററി എഡ്യൂക്കേഷനും പഴയ ഏജ് ഓൾഡ് വിസ്ഡവുമായിട്ട് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് വന്നത്? പ്രോജക്ട് ഉദ്ഭവ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. ക്വസ്റ്റ്യൻ എന്താ? നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. അപ്പൊ നമ്മുടെ നെയ്തർ 1 nor 2 അല്ലെ, രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. അപ്പൊ നോട്ട് കറക്റ്റ് ഏതാ? നെയ്തർ 1 nor 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വോൺ ദ എമീലിയ റൊംഗാന ഗ്രാൻഡ് പ്രിക്സ് 2024 ടൈറ്റിൽ? റെഡ് ബുൾ റേസിംഗിൽ ആരാ നേടിയ? മാക്സ് വെർസ്റ്റപ്പാൻ. നമ്മുടെ മാക്സ് വെർസ്റ്റപ്പാൻ ട്രിംസ് അറ്റ് എമീലിയ റൊംഗാന ഗ്രാൻഡ് പ്രിക്സ് 2024. ഹി കോമ്പീറ്റ്സ് ഇൻ ഫോർമുല 1 അണ്ടർ ഡച്ച് ഫ്ലാഗ് റെഡ് ബുൾ റേസിംഗിലാണ് മാക്സ് വെർസ്റ്റപ്പാന് എന്ത് കിട്ടിയത്? എമീലിയ റൊംഗാന ഗ്രാൻഡ് പ്രിക്സ് 2024 കിട്ടിയത്. നെക്സ്റ്റ്, സിക്കിം സെലിബ്രേറ്റ് സാഗാ ദാവ ഫെസ്റ്റിവൽ. അപ്പൊ സാഗാ ദാവ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് 15th day of 4th month of നോർത്തേൺ ബുദ്ധിസ്റ്റ് കലണ്ടർ. നോർത്തേൺ ബുദ്ധിസ്റ്റ് കലണ്ടർ പ്രകാരം 15th day of 4th month, അപ്പൊ 4ാമത്തെ മാസത്തിന്റെ 15ാമത്തെ ദിവസം, അതായത് ഫുൾ മൂണാവുന്ന ദിവസമാണ് ഈ സാഗാ ദാവ ഫെസ്റ്റിവൽ കൊണ്ടാടുന്നത്. ഇതെന്തിനാ കൊണ്ടാടുന്നത്? സാഗാ ദാവ ഈസ് കൺസിഡേർഡ് ദ മോസ്റ്റ് സാക്രഡ് ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവൽ. സിക്കിം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ബുദ്ധിസം കൂടുതലുള്ള സ്ഥലമാണ്. അതൊരു ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. എന്തൊക്കെയാ പറയുന്നത് അതില്? ബർത്ത്, എൻലൈറ്റ്മെന്റ് ആൻഡ് മഹാപരിനിർവാണ. ബർത്തും എൻലൈറ്റ്മെന്റും മഹാപരിനിർവാണയുമാണ് അതൊക്കെയാണ് ഇത് മെമ്മറൈസ് ചെയ്യുന്നത്. ഈ ഒരു ഫെസ്റ്റിവലിലെ കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ബർത്ത്, എൻലൈറ്റ്മെന്റ് ആൻഡ് മഹാപരിനിർവാണ. ഓക്കെ, ട്രിപ്പിൾ
ട്രിപ്പിൾ ബ്ലെസ്ഡ് ഒക്കേഷൻ എന്നാണ് നമ്മൾ ഇതിനെ അറിയപ്പെടുന്നത്. സാഗാദാവ ഫെസ്റ്റിവലിനെ ട്രിപ്പിൾ ബ്ലെസ്ഡ് ഒക്കേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ ട്രിപ്പിൾ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്? ബർത്ത്, എൻലൈറ്റ്മെന്റ് ആൻഡ് മഹാപരിനിർവാണ. ഇനി ടിബറ്റൻ ബുദ്ധിസ്റ്റ് കലണ്ടർ എന്ന് പറയുന്നത് ലൂണിസോളാർ കലണ്ടർ ആണ് കേട്ടോ. ടിബറ്റൻ ബുദ്ധിസ്റ്റ് കലണ്ടർ ആണ് ലൂണിസോളാർ കലണ്ടർ. ലൂണിസോളാർ കലണ്ടർ എന്ന് പറയുന്നത് ടിബറ്റൻ ബുദ്ധിസ്റ്റ് കലണ്ടർ ആണ്. നെക്സ്റ്റ് നമ്മുടെ ന്യൂസ് ആണ് രവിശാസ്ത്രി ആൻഡ് വസീം അക്രം. ഇവർ രണ്ടുപേരും ആരാണ്? ഇന്ത്യൻ കോച്ച് രവിശാസ്ത്രി ആൻഡ് ലെജൻഡറി പാകിസ്ഥാൻ പ്ലെയർ വസീം അക്രം ഹാസ് ബീൻ നെയിംഡ്. പുതിയൊരു നെയിം അവർക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഓസ്ട്രേലിയാസ് മൾട്ടി കൾച്ചറൽ അംബാസിഡേഴ്സ്. ഓസ്ട്രേലിയ മൾട്ടി കൾച്ചറൽ അംബാസിഡർ ആയിട്ട് നെയിം ചെയ്തിരിക്കുന്ന ആരൊക്കെയാണ്? രവിശാസ്ത്രി ആൻഡ് വസീം അക്രം. റെഡി ആണല്ലോ? നെക്സ്റ്റ്, വിച്ച് സൗത്ത് അമേരിക്കൻ കൺട്രി വിൽ ബിക്കം ദ ഫസ്റ്റ് ഹോസ്റ്റ് 2027 വുമൻസ് വേൾഡ് കപ്പ്? അപ്പൊ 2027 വുമൻസ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സൗത്ത് അമേരിക്കൻ കൺട്രി ഏതാണ്? നമ്മുടെ ബ്രസീലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഒറിജിൻ പ്രൊഫസർ ശ്രീനിവാസ് കുൽക്കർണിക്ക് ആനുവൽ അവാർഡ് ആയിട്ടുള്ള ഷോ പ്രൈസ് വിൻ ചെയ്തു ഇൻ ആസ്ട്രോണമി. അപ്പൊ അദ്ദേഹത്തിന്റെ മേജർ കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണ്? മില്ലി സെക്കൻഡ് പൾസസ്, ഗാമ റേസ് ബേഴ്സ് ആൻഡ് സൂപ്പർനോവെ, ഗാമ റേസ് ബേഴ്സ്, മില്ലി സെക്കൻഡ് പൾസസ്. ഇതിലൊക്കെയാണ് ശ്രീനിവാസ് കുൽക്കർണിയുടെ മേജർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഷോ പ്രൈസ് എന്ന് പറയുന്നത് ആനുവലി കൊടുത്തു വരുന്ന, വർഷാവർഷം കൊടുത്തു വരുന്ന ഒരു പ്രൈസ് ആണ്. എന്തിനൊക്കെയാണ്? ആസ്ട്രോണമി, ലൈഫ് സയൻസ് ആൻഡ് മെഡിസിൻ ആൻഡ് മാത്തമാറ്റിക്കൽ സയൻസ്. ഈ ഒരു 3 റീജിയനിലാണ് ഈ ഷോ പ്രൈസ് കൊടുക്കുന്നത്. പ്രൈസ് മണി എന്ന് പറയുന്നത് $1.2 million ആണ്. Okay, there will be 21st year that prize has been awarded for the presentation ceremony is scheduled for November 12 ഹോങ്കോങ്. അപ്പൊ 21 ഇയേഴ്സ് ആയിട്ട് ആനുവലി കൊടുത്തു വരുന്നതാണ് ഷോ പ്രൈസ് എന്ന് പറയുന്നത്. November 12 ഹോങ്കോങ്ങിൽ വെച്ചിട്ടാണ് ഈ അവാർഡ് സെറിമണി നടക്കുന്നത്. ശ്രീനിവാസ് കുൽക്കർണി മറക്കാതിരിക്കുക. ആസ്ട്രോണമിയിലാണ് അദ്ദേഹത്തിന് കിട്ടിയത്. 3 റീജിയനിലാണ്: ആസ്ട്രോണമി, ലൈഫ് സയൻസ് ആൻഡ് മെഡിസിൻ, മാത്തമാറ്റിക്കൽ സയൻസ്. ഇതിനാണ്, ഈ 3 വിങ്ങിലുമുള്ള ആൾക്കാർക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, 46 അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ATCM, അതായത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് കൊച്ചിയിൽ നടക്കാൻ പോവാണ്. എത്രാമത്തെ എഡിഷനാ? 46ാമത്തെ എഡിഷനാണ് നടക്കാനായിട്ട് പോകുന്നത്. നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ഗോവ അണ്ടർ മിനിസ്റ്ററി ഓഫ് എർത്ത് സയൻസ് ആണ് ഈ ഒരു നടത്തുന്നത്. ഈ ഒരു ATCM എന്ന് പറയുന്ന ഈ ഒരു കമ്മിറ്റി ഓർഗനൈസ് ചെയ്യുന്നത്, ഈ ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്നത് നാഷണൽ സെന്റർ ഫോർ പോളാർ ഓഷ്യൻ റിസർച്ച് ഗോവ അണ്ടർ മിനിസ്റ്ററി ഓഫ് എർത്ത് സയൻസ് ആണ്. NCPOR എന്നാണ് ഇത് അറിയപ്പെടുക കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച്, നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ സയൻസ് ആണ്. ഓഷ്യൻ സയൻസ് അല്ല, ഓഷ്യൻ റിസർച്ച് ആണ് നമ്മുടെ ATCM എന്ന് പറയുന്ന ഈ ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇത് എത്രാമത്തെ എഡിഷൻ ആണ്? 46th എഡിഷൻ ആണ്. എൻവിറോൺമെന്റൽ India is hosting ATCM 46 and 26th meeting of the Committee for Environmental Protection. ഇതിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് ആണ്. അപ്പൊ നമുക്കറിയാം എൻവിറോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യുക. നെക്സ്റ്റ്, when is the World Meteorology Day? വേൾഡ് മീറ്ററോളജി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് May 20 ആണ്. നോക്കാം, 20 May വേൾഡ് മീറ്ററോളജി ഡേ ആണ്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് ഈ ഒരു ഡേ, May 20 എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ മീറ്ററോളജി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ദ ഡേറ്റ് ഇസ് ആനിവേഴ്സറി ഓഫ് സൈനിങ് ഓഫ് ദി മീറ്റർ കൺവേർഷൻ ഇൻ 1975. അതായത് മീറ്റർ കൺവെൻഷൻ സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഡേന്റെ ഓർമ്മയ്ക്കായിട്ടാണ് May 20 ഇന്റർനാഷണൽ മീറ്ററോളജി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. വേൾഡ് മീറ്ററോളജി ഡേ
തീം ഫോർ വേൾഡ് മീറ്ററോളജി ഡേ is സസ്റ്റൈനബിലിറ്റി ആണ് തീം വരുന്നത്. This year marks the official recognition by UNESCO of 20 May each year as UNESCO International Day. Okay. അപ്പോൾ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് മീറ്റർ കൺവെൻഷൻ സൈൻ ചെയ്ത ഡേയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മെയ് 20-ാം തീയതി ഇന്റർനാഷണൽ മീറ്ററോളജി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് ഇത് കൊണ്ടുവന്നത്. നെക്സ്റ്റ്, ഹു ഈസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് ദി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ഫോർ ദ 2024-25 ടേം? അപ്പൊ ആരാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പുതിയ പ്രസിഡന്റ് ആയത്? നമ്മുടെ സഞ്ജീവ് പുരിയാണ് പുതിയ പ്രസിഡന്റ്. നെക്സ്റ്റ്, ഇൻ വിച്ച് ഇവന്റ് നിഷാദ് കുമാർ വിൻ സിൽവർ മെഡൽ അറ്റ് ദി വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്? വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നിഷാദ് കുമാറിന് ഏത് ഇവന്റിലാണ് സിൽവർ മെഡൽ കിട്ടിയത്? ഹൈ ജമ്പിലാണ് കിട്ടിയത്. വേറൊരാൾക്കും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് പ്രീതി പാൽ. 200 മീറ്റർ റണ്ണർ ആയിട്ടുള്ള പ്രീതി പാലിന് ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുമാണ് വേൾഡ് പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യൻ ടീമിന് എന്ത് കൊടുത്തത്? ആദ്യമായിട്ട് മെഡൽസ് വിൻ ചെയ്ത് കൊടുത്തത്. അപ്പൊ ഇത് എവിടെയാണ് നടന്നത്? കോബെ, ജപ്പാനിലാണ് നടന്നത്. റെഡി ആണല്ലോ? ഇപ്പൊ നിഷാദ് കുമാറും പ്രീതി പാലുമാണ് വേൾഡ് പാരാ അത്ലറ്റിക്സ് കോബെ, ജപ്പാനിൽ നടന്നിട്ടുള്ള വേൾഡ് പാരാ അത്ലറ്റിക്സിലെ മെഡൽ വിന്നേഴ്സ് എന്ന് പറയുന്നത്. ഹൈ ജമ്പർ നിഷാദ് കുമാറിന് സിൽവറും നമ്മുടെ ബ്രോൺസ് മെഡൽ വിൻ ചെയ്തിരിക്കുന്നത് 200 മീറ്റർ റണ്ണർ ആയിട്ടുള്ള പ്രീതി പാലുമാണ്. നെക്സ്റ്റ്, ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്യുക. നാഷണൽ ആന്റി ടെററിസം ഡേയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. റൈറ്റ് ആൻസർ ആണോ നോക്കാം. നാഷണൽ ആന്റി ടെററിസം ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് മെയ് 21-നാണ്. ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ ഡെത്ത് ആനിവേഴ്സറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു നമ്മുടെ രാജീവ് ഗാന്ധി എന്ന് പറയുന്നത്. അപ്പൊ വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ ഡി, നെയ്തർ വൺ നോർ ടു. ഇനി 21 മെയ് എന്ന് പറയുന്നത് നാഷണൽ ആന്റി ടെററിസം ഡേ ആണ്. നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാജീവ് ഗാന്ധിയുടെ ഡെത്ത് ആനിവേഴ്സറിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നാഷണൽ ആന്റി ടെററിസം ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. VP സിംഗ് ഗവൺമെന്റ് ആണ് ഇങ്ങനെ ഒരു ഡേ എസ്റ്റാബ്ലിഷ് ചെയ്തത്. നമുക്കറിയാം രാജീവ് ഗാന്ധി എന്ന് പറയുന്നത് യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അല്ലെ. ഏതാ കാലയളവ്? 84 തൊട്ട് 89 വരെ. He was assassinated. എവിടെ വെച്ചാ വധിക്കപ്പെട്ടത്? ശ്രീ പെരുമ്പുദൂർ വില്ലേജ് നിയർ മദ്രാസിന്റെ അടുത്തുള്ള ഒരു വില്ലേജിൽ വെച്ചിട്ടാണ് അദ്ദേഹം 1991 മെയ് 21-ന് വധിക്കപ്പെട്ടത്. റെഡി, നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ഹു വൺ ദ മെൻ സിംഗിൾ ടൈറ്റിൽ അറ്റ് ഇറ്റാലിയൻ ഓപ്പൺ 2024? നമ്മുടെ അലക്സാണ്ടർ സാവ്രവ്. കൂടെ ഐഗ സാറ്റ്വിക്കും ഉണ്ടായിരുന്നു. നമ്മുടെ ഓപ്ഷനിൽ അലക്സാണ്ടർ സാവ്രവ് ഉള്ളതുകൊണ്ട് നമുക്കത് ഓപ്ഷൻ ആയിട്ട് ആൻസർ ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇസ് ഹു ബിക്കം ദ ചെയർമാൻ ഓഫ് നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ NAFED-യുടെ പുതിയ ചെയർമാൻ ആയിട്ട് വന്നിരിക്കുന്നത് ആരാണ്? നമ്മുടെ ജീത്താബായ് ബർവാദ് ആണ്. അപ്പൊ ഈ ജീത്താബായ് ബർവാദ് എന്ന് പറയുന്നത് ഗുജറാത്ത് അസംബ്ലിയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്ന ജീത്താബായ് ബർവാദ് ആണ് എന്തുമായിട്ട് വന്നത്? NAFED-യുടെ പുതിയ ചെയർമാൻ ആയിട്ട് സ്ഥാനമേറ്റത്. നെക്സ്റ്റ്, ഹു വൺ ദി ഗോൾഡ് മെഡൽ ഇൻ ദി മെൻ ഷോട്ട് പുട്ട് F46 കാറ്റഗറി അറ്റ് ദി വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്? അപ്പോൾ ആദ്യമായിട്ട് വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കോബെ, ജപ്പാനിൽ നടന്നിട്ടുള്ള വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നമുക്കറിയാം സിൽവർ മെഡൽ നേടിയത് ആരായിരുന്നു? നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലെ. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. സിൽവർ മെഡൽ നേടിയത് ആരാണ്? നമ്മുടെ നിഷാദ് കുമാർ സിൽവർ മെഡൽ നേടി. പ്രീതി പാല് ബ്രോൺസ് മെഡൽ നേടി. ഇവർക്കായിരുന്നു അവിടെ ഫസ്റ്റ് മെഡൽ കിട്ടിയത്. നെക്സ്റ്റ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? നെക്സ്റ്റ് നമ്മുടെ F46 കാറ്റഗറിയിൽ ഗോൾഡ് മെഡൽ കിട്ടിയത് ആർക്കാണ്? ഗോൾഡ് മെഡൽ കിട്ടിയത് വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2024 ഗോൾഡ് മെഡൽ കിട്ടിയത് നമ്മുടെ സച്ചിൻ സജേറോ ഖിലാരിക്കാണ് ഷോർട്ട് പുട്ടിലെ ഗോൾഡ് മെഡൽ കിട്ടിയത്. അപ്പോൾ സച്ചിൻ ഖിലാരിക്ക് ഗോൾഡ് മെഡൽ കിട്ടി ഇൻ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ,
men's shot put F46 category with Asian record at World Para Athletic Championship Kobe, Japan. അപ്പോൾ ഇന്ത്യക്ക് ഈ മെഡലും കൂടെ കിട്ടിയപ്പോൾ 11 മെഡലായി. അതിൽ 5 എണ്ണം ഗോൾഡ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 10 മെഡലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ 3 ഗോൾഡ്, 4 സിൽവർ, 3 ബ്രോൺസ് അങ്ങനെയായിരുന്നു. 2023 പാരീസിൽ വേൾഡ് പാരാ അത്ലറ്റിക്സ് നടന്നപ്പോൾ 10 മെഡലായിരുന്നു ഇന്ത്യക്ക് കിട്ടിയത്. അതിൽ 3 ഗോൾഡ്, 4 സിൽവർ, 3 ബ്രോൺസ് ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം 11 മെഡൽ കിട്ടി. അതിൽ 5 എണ്ണവും ഗോൾഡ് ആണ്. അതിൽ 1 വാങ്ങിച്ച ആരാണ്? സച്ചിൻ കിലാരി ഇൻ F46 ഷോട്ട് പുട്ട് കാറ്റഗറി. നെക്സ്റ്റ്, ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആണ് 22 മെയ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഓർമ്മിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ തീം എന്ന് പറയുന്നത് ഫസ്റ്റ് പറയാം. തീം ഓഫ് ബയോഡൈവേഴ്സിറ്റി ഡേ എന്ന് പറയുന്നത് ബി ദി പാർട്ട് ഓഫ് പ്ലാൻ. ബി പാർട്ട് ഓഫ് ദി പ്ലാൻ ആണ്. നമ്മുടെ 22 മെയ് ഇന്റർനാഷണൽ ബയോളജിക്കൽ ഡേയുടെ തീം എന്ന് പറയുന്നത് ബി പാർട്ട് ഓഫ് ദി പ്ലാൻ എന്നാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എന്തിനാണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസും നമുക്കറിയാം. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെയധികം ആവശ്യമുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അതിന്റെ കൺസർവേഷനും അതിന്റെ വൈഡായിട്ട് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെയാണ് നമ്മുടെ ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്നത്. Commemorates the adoption of the text of the Convention of Biological Diversity on 22 May 1992 and provides unique opportunity to foster wide support for the convention, its protocols and related action framework. അപ്പോൾ 22 മെയ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആണ്. നിങ്ങൾ ഡേയും തീമും എന്തായാലും ആലോചിക്കുക. 22 മെയ് ആണ് ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. അതിന്റെ തീം എന്ന് പറയുന്നത് ബി പാർട്ട് ഓഫ് ദി പ്ലാൻ ആണ്. നെക്സ്റ്റ്, വിച്ച് കൺട്രി റീസെന്റ് ബിക്കം 99th മെമ്പർ ഓഫ് ഇന്റർനാഷണൽ സോളാർ അലയൻസസ്? ISA പുതിയ മെമ്പർ ആയിരിക്കുന്ന ആരാണ്? സ്പെയിൻ ആണ്. അപ്പൊ എന്താണ് ഈ ISA എന്ന് പറയുന്നത്? ISA എന്ന് പറയുന്നത് ജോയിന്റ് എഫേർട്ട് ബൈ ഇന്ത്യ ആൻഡ് ഫ്രാൻസ് ആണ്. ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള ജോയിന്റ് എഫേർട്ട് ആണ് ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും ഒരു ജോയിന്റ് എഫേർട്ട് ആണ് നമ്മുടെ ISA അല്ലെങ്കിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. എന്തിനെതിരെയുള്ളതാ? ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള എഫേർട്ട് മൊബിലൈസ് ചെയ്യുന്നതിനുള്ള ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും ഒരു കമ്പൈൻഡ് എഫേർട്ട് ആണ് ISA. ഈ ഒരു തീരുമാനം വന്നത് 21st Conference of Parties to the United Nations Framework Convention on Climate Change held in Paris 2015. ഇതിൽ റീസെന്റ് ആയിട്ട് മെമ്പർ ആയിരിക്കുന്നത്, അതായത് യുണൈറ്റഡ് നാഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷനിൽ വെച്ചിട്ട് പാരീസിൽ നടന്നിട്ടുള്ള യുണൈറ്റഡ് നാഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷനിൽ വെച്ചിട്ടാണ് ഇവരിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ റീസെന്റ് ഇതിൽ മെമ്പർ ആയിരിക്കുന്നത് 96th മെമ്പർ ആണ് ചിലി, 97th ആണ് യമൻ, പനാമ 98th ആണ്. ഇവരൊക്കെ റീസെന്റ് മെമ്പർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി, ഗുരുഗ്രാം, ഇന്ത്യയാണ്. ഡയറക്ടർ ഡോക്ടർ അജയ് മധുർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹു എമംഗ് ദ ക്രൂ മെമ്പേഴ്സ് ഓഫ് NS-25 മിഷൻ വിൽ ബിക്കം ദി ഫസ്റ്റ് സ്പേസ് ടൂറിസ്റ്റ്? അപ്പൊ ഫസ്റ്റ് സ്പേസ് ടൂറിസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഗോപി തോട്ടക്കുരയാണ് എന്തെന്ന് പറയുന്നത്? ഗോപി തോട്ടക്കുരയാണ് ഫസ്റ്റ് സ്പേസ് ടൂറിസ്റ്റ്. ഫസ്റ്റ് ഇന്ത്യൻ സ്പേസ് ടൂറിസ്റ്റ് ആയിട്ട് വന്നത് ഗോപി തോട്ടക്കുര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് കൺട്രി നെയിംസ്: നോർവേ, ജർമ്മനി, ഫ്രാൻസ്, അയർലൻഡ്, സ്പെയിൻ ആൻഡ് സ്വീഡൻ. Which option have recently acknowledged the statehood of Palestine? അപ്പോൾ പലസ്തീന്റെ സ്റ്റേറ്റ്ഹുഡ് ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ നാഷൻസ് ആണ്? നമ്മുടെ നോർവേ ഉണ്ട്, അയർലൻഡ് ഉണ്ട്, സ്പെയിൻ ഉണ്ട് അല്ലെ. അപ്പൊ 1, 4, 5. അപ്പൊ ഓൺലി 1, 4 and 5 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, DD കിസാൻ ലോഞ്ച് 2 AI ആങ്കേഴ്സ്. എന്തൊക്കെയാണ്? AI കൃഷിയും AI ഭൂമിയും. അപ്പൊ DD കിസാൻ ലോഞ്ച് ചെയ്ത 2 AI ആങ്കർ ആണ് DD കൃഷിയും AI ഭൂമിയും. അപ്പോ
ദൂരദർശൻ കിസാൻ established on May 26, 2015 by the government of India. അപ്പോൾ this is the only TV channel in the country dedicated to solely for farmers. അപ്പോൾ ദൂരദർശൻ കിസാൻ എന്ന് പറയുന്നത് മെയ് 26, 2015 ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ചാനലാണ്. അപ്പോൾ ആ ചാനൽ കൊണ്ടുവന്ന 2 AI ആങ്കർ ആണ് AI കൃഷും AI ഭൂമിയും. ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. These anchors is that they can speak in 50 languages of the country and abroad. അപ്പോൾ 50 languages സ്പീക്ക് ചെയ്യാനായിട്ട് ഈ AI ആങ്കേഴ്സിന് പറ്റും എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. നെക്സ്റ്റ്, consider the following statement regarding Oxford Global City Index report 2024. New York ranks first on the index. അപ്പോൾ ഓക്സ്ഫോർഡ് ഗ്ലോബൽ സിറ്റി ഇൻഡെക്സിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ന്യൂയോർക്ക് ആണ്. പക്ഷെ ഡൽഹി ഹാസ് അച്ചീവ്ഡ് 650th റാങ്ക്. തെറ്റാണ്. ഡൽഹിക്ക് 350th റാങ്ക് ആയിരുന്നു കേട്ടോ. ഡൽഹിക്ക് ഓക്സ്ഫോർഡ് ഗ്ലോബൽ സിറ്റി ഇൻഡെക്സിന്റെ സർവേ പ്രകാരം 350ാമത്തെ റാങ്ക് ആണ്. വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ്? ഏതാണ്? ഓൺലി ടു. നമുക്ക് നോക്കാം. അപ്പൊ ഡൽഹി റാങ്ക്സ് 350 ആണ്. ഓക്സ്ഫോർഡ് ഗ്ലോബൽ സിറ്റി ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഡൽഹിക്ക് 350ാമത്തെ റാങ്ക് ആണ്. പക്ഷെ ന്യൂയോർക്ക് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്, ഫോളോഡ് ബൈ ലണ്ടൻ, സാൻജോസ് ആൻഡ് ടോക്കിയോ, പാരീസ്. ഓക്കെ, ഡൽഹിക്ക് 350ാമത്തെ റാങ്ക് ആണ് അക്കോർഡിംഗ് ടു ഓക്സ്ഫോർഡ് എക്കണോമിക്സ് ഗ്ലോബൽ സിറ്റി ഇൻഡെക്സ് പ്രകാരം, വിച്ച് ഇസ് കമ്പയർഡ് വിത്ത് ദി വേൾഡ്സ് 1000 ലാർജസ്റ്റ് സിറ്റീസ് സ്പ്രെഡ് അക്രോസ് 163 ഡിഫറെന്റ് കൺട്രീസ്. അപ്പോൾ 1000 ലാർജസ്റ്റ് സിറ്റി സ്പ്രെഡിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ ഡൽഹിക്ക് 350ാമത്തെ റാങ്ക് വരുന്നത്. അപ്പൊ ഇതിൽ 5 കാറ്റഗറിയാണ് ഉള്ളത്. ഏതൊക്കെയാണ്? എക്കണോമിക്സ്, ഹ്യൂമൻ ക്യാപിറ്റൽ, ക്വാളിറ്റി ഓഫ് ലൈഫ്, എൻവിറോൺമെന്റ് ആൻഡ് ഗവർണൻസ്, വിച്ച് ആർ അഗ്രിഗേറ്റഡ് ടു ക്രിയേറ്റ് ഓവറോൾ സ്കോർ. അപ്പൊ എന്തൊക്കെ കാറ്റഗറിയാണ് നോക്കുക? എക്കണോമിക്സ്, ഹ്യൂമൻ ക്യാപിറ്റൽ, ക്വാളിറ്റി ഓഫ് ലൈഫ്, എൻവിറോൺമെന്റ് ആൻഡ് ഗവർണൻസ്. ഇത്രയും കാര്യങ്ങളിൽ എല്ലാ സ്ഥലങ്ങൾക്കും എന്ത് ചെയ്യും? റാങ്ക് കൊടുക്കും, സ്കോർസ് കൊടുക്കും. അതിൽ നിന്നാണ് നമ്മുടെ ഡൽഹിക്ക് 350ാമത്തെ റാങ്ക് കിട്ടിയത്. ബാംഗ്ലൂർ ഒട്ടും ബാക്കിലുള്ള 411 ഉണ്ട്, മുംബൈ 427, ചെന്നൈ 472, കൊച്ചി 521. ഓക്കെ, നോ ഇന്ത്യൻ സിറ്റി കുഡ് മേക്ക് ദ ടോപ്പ് 300 എക്സെപ്റ്റ് ഡൽഹി. അപ്പോൾ ഇന്ത്യൻ സിറ്റിയിൽ ഡൽഹി മാത്രമാണ് 300 ടോപ്പ് 300ൽ, എന്താ 350 ആ ഒരു റേഞ്ചിൽ വന്നത്. ബാക്കിയെല്ലാം അതിന് ശേഷമാണ് വന്നത്. നെക്സ്റ്റ് ഈ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വെൻ വാസ് ദി ഇന്റർനാഷണൽ ഡേ ഓഫ് Markhor proclaimed by the UN General Assembly? Markhor proclaimed day. Markhor proclaimed day UN General Assembly announce ചെയ്തിട്ടില്ല. Markhor proclaimed day ഏത് ദിവസമാണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.